നിനക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് ഈ കാക്കി ഇട്ടുകൊണ്ടും വേഷം കെട്ട് കാണിക്കാൻ നടക്കരുത് കേട്ടോ. ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയാൽ പടി. മഞ്ജുവിനെ ഇഷ്ടമല്ല, എനിക്ക് ഗതിയെ ഇഷ്ടമല്ല, അതാണ് അത്രേ ഉള്ളൂ. ശരിക്കും മഞ്ജുവിന് സിംഗറായിട്ടാണോ ഇഷ്ടം? അല്ല, നീ വൺ ലൈൻ വായിച്ചില്ലേ? ഊരുമായിരിക്കോ? ആർക്കും വേണ്ടി ഊരൂല. അല്ല, അതുവരെ എത്തില്ല. കാക്കിന് സസ്പെൻഷൻ ആവോ, തൊപ്പി വരേണ്ടി വരും, അതൊന്നും നമ്മൾ വൺ ലൈൻ പോലും എഴുതിയിട്ടില്ല. അത്ര എത്തിയിട്ടില്ല. അപ്പൊ സീരിയലിൽ സാധാരണ ഉള്ളത് റിയലിസ്റ്റിക് അല്ലാത്ത അഭിനയം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാ സീരിയലും ഇഷ്ടമാണല്ലേ പറഞ്ഞത്. അപ്പൊ എല്ലാ സീരിയലിലും റിയലിസ്റ്റിക് അഭിനയാണോ? സീരിയലിലൊക്കെ റിയലിസ്റ്റിക് അഭിനയാണ്. അല്ലേ? അതെയോ? ഞാൻ അതൊന്ന് അന്വേഷിക്കട്ടെ, കാരണം ഞാൻ അവിടെ ഇല്ല. അല്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണല്ലോ നിങ്ങളെ വിളിക്കുന്നേ. ഓക്കെ, ഞാനൊരു സെക്കൻഡ്, ഞാൻ ഒന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അച്ഛനായിരിക്കും. അതാരാന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല, എങ്ങനെയാണോ ചെയ്യുന്നേ? ഗിരിക്കെതിരെ നിൽക്കാനും മാത്രം ഇല്ല മഞ്ജു. ചോട്ട വളരെ ഈ പറഞ്ഞ പോലെ ഒരു പുച്ഛമാണ്. മഞ്ജുവിൽ നിന്ന് വിട്ടുപോകുന്നു. ഭയം വെടിഞ്ഞ് എതിരാളിക്ക് ഒരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30. Bonjour, you're watching Milestone Makers and this is Fantastic Faustina. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മലയാളികൾ അങ്ങോട്ട് ഏറ്റെടുക്കാൻ പോടാ നമ്മുടെ സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിലെ 2 കിടിലൻ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ സ്വന്തം സ്വാതി ചേച്ചിയും ജോൺ ചേട്ടനും. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമസ്കാരം. ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്നാണ് നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു സൂര്യ ടിവിയിൽ നമുക്ക് റിലീസ് ആവുന്നത്, ടെലികാസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് എന്നാ കാണാൻ പറ്റുക? മെയ് 6 കാണാം. മെയ് 6 രാത്രി 8:30 തൊട്ട് നമുക്ക് കോൺസ്റ്റബിൾ മഞ്ജു കാണാൻ പറ്റും അല്ലേ? ശരിക്കും എനിക്ക് പ്രമോ ഒക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ, ചേട്ടൻ കുറച്ച് വില്ലൻ, കുറച്ച് മാസ്കുകളൊക്കെ ഇട്ട് നമുക്ക് തോന്നി. എനിക്ക് പ്രമോ കണ്ടപ്പോ അങ്ങനെ മനസ്സിലായത്. ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസർ ആണ്. ശരിക്കും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരിക്കുമോ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ വീക്ക് ആയിട്ടുള്ള, കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ ആയിരിക്കും? എനിക്ക് 2 കാര്യം തോന്നി, അതിലോട്ടാ ഞാൻ വരാൻ പോകുന്നത്. ശരിക്കും എൻട്രി കാണിക്കുമ്പോ ചേച്ചി ഭയങ്കര പോലീസ് ജീപ്പിൽ ഇടിച്ചു കയറി വരുന്നു, അവിടെ ഗുണ്ടകളൊക്കെ ഫൈറ്റ് ചെയ്തിടുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗിരിച്ചേട്ടനെ കാണുന്നത്. പക്ഷെ ഗിരിച്ചേട്ടനെ കാണുമ്പോഴാണ് നമ്മുടെ ഈ സാധനം താഴത്തോട്ടൊന്ന് പേടിച്ചു പോണത്. അപ്പൊ ശരിക്കും ഗിരിച്ചേട്ടനെ കാണുമ്പോൾ മാത്രമാണോ പേടി, അതോ മൊത്തത്തില് പേടിയോടാണോ? ആ പ്രൊമോയില് ഞങ്ങൾ ഉദ്ദേശിച്ചത് മഞ്ജു കാണുന്ന ഒരു സ്വപ്നമാണ്. അതായത് യുവർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്നത് വരെ ഒരു ഒരു സ്വപ്നമാണ്. പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആണ് മഞ്ജുവിന്റെ ശരിക്കുള്ള ഒരു ക്യാരക്ടർ മനസ്സിലാവുന്നത്. അപ്പൊ ശരിക്കും പേടിയുള്ള ഒരാളാണോ? ആയിരിക്കാം, കാണണം. നമ്മുടെ ഇപ്പം ചേട്ടൻ എന്ന് പറയുന്നത് കുറെ സീരിയലുകൾ, ഇപ്പൊ ചേച്ചിയാണെങ്കിലും കുറെ നാളായിട്ട് നമുക്ക് മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 2 പേരാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഒരു സീരിയലിലോട്ട് വന്നപ്പോ നിങ്ങൾക്ക് തോന്നിയൊരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി ഈ ക്യാരക്ടർ തന്നെയാണ് ഭയങ്കര ഡിഫറൻസ്. കാരണം ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവം അല്ല. ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാം. അതെ, ഇനിയും ഉണ്ടാകാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇത് കേട്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റഡ് ആയി. എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അപ്പൊ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ ഒരു ക്യാരക്ടർ തന്നെയാണ്. ചേട്ടനിലോട്ട് വരാണെങ്കിൽ എന്തായിരിക്കും കുറച്ച് കൂടുതൽ അട്രാക്ട് ചെയ്തത്? ബേസിക്കലി നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ ശരിക്കും ഒരു നോർമൽ ഒരു സീരിയലിനെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് ആണ് ഇതിൽ വരുന്നത്. ഇതൊരു ബിഗ് ക്യാൻവാസ് ആണ്. കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന അതിന്റെ കഥയുടെ പ്ലോട്ടും ആ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു വലിയൊരു ക്യാൻവാസ് ആണ്. അതിനകത്ത് ആ സ്റ്റോറി ഓൺലൈൻ വായിക്കുമ്പോൾ തന്നെ അറിയാം. ശരിക്കും ഒരു പ്രൊമോ കാണുമ്പോൾ അറിയാം, ഒരു ഫിലിമി ഫീൽഡിലാണ് എടുത്തിട്ടുള്ളത്, ഒരു സിനിമാറ്റിക് വേയിൽ എടുത്തിട്ടുള്ളത്. ഇതിന്റെ കഥാപാത്രങ്ങളും ഒരു ഫാമിലിക്കകത്ത് ഒതുങ്ങി നിൽക്കാതെ ഒരു വൈഡ് സബ്ജക്റ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സീരിയലിന് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും ഇതിന്റെ ആദ്യം മുതൽ കണ്ടില്ലെങ്കിൽ ആളുകൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ബാക്ക് സ്റ്റോറീസ് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ ഗിരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന് പേര്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി റഫായിട്ടുള്ള, ശരിക്കും ഞാൻ പാവമാണെങ്കിലും ഇതില് ഭയങ്കര
ഇനിയിപ്പോ ശരിക്കും ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇത് കണ്ടപ്പോ തോന്നിയത് കുറച്ച് പേടിയുള്ള ഒരു പോലീസ് ഓഫീസറാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് പോലീസ് ആയ ഒരാളാണെങ്കിൽ അത്ര പേടി വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഡ്രീം ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണല്ലോ. ശരിക്കും ചേച്ചിയിലൊരു പോലീസുകാരി ആവണം എന്ന് ആഗ്രഹിച്ച ആയ ഒരാളാണോ അതോ ഇങ്ങനെ അറിയാതെ പെട്ടുപോയതാണോ? ബെറ്റർ എന്താ അറിയാ, ഓൺലൈൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആളുകൾ സീരിയൽ കാണണ്ട, ആദ്യത്തെ ഒരു 10 എപ്പിസോഡ് കാണണ്ട. അപ്പൊ അതിനുള്ള സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു. അല്ല, ഈ പറഞ്ഞ പോലെ പേടി തന്നെയാണ്. ആ പേടി ഉണ്ടാവാൻ ഒരു റീസൺ ഉണ്ട്. മഞ്ജുവിന് പേടി വരാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ റീസൺ ഉണ്ട്. ആ റീസൺ ഞാൻ പറയില്ല, അത് കാണണം. അതുകൊണ്ടാണ് പേടി വരിക. പിന്നെ അത് മാറണം, അത് ഓവർകം ചെയ്യണമല്ലോ. അതൊന്നും ആയിട്ടില്ല, പക്ഷെ ബിഗിനിങ്ങിൽ പേടി തന്നെയാണ്. ആ റീസൺ കാണുക. ശരിക്കും ചേച്ചി ഈ സീരിയലിൽ ചേച്ചി ഒരു പാട്ടുകാരി ആയിരുന്നല്ലോ, ആണല്ലോ. അപ്പൊ ഈ പാട്ടുകാരി ഒരു കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഒട്ടും ഒരു മാച്ച് ഇല്ലാത്ത സംഭവമാണ്. അപ്പൊ അതായിരിക്കുമല്ലോ ഈ റീസൺ, അതായിരിക്കുമല്ലോ അങ്ങനെ ആയത്. എനിക്കിഷ്ടായി, വല്ലാണ്ട് പാട്ടുകാരി എന്ന് പറഞ്ഞാൽ ഈ മഞ്ജുവിന് പേടിയാണല്ലോ. എല്ലാവരെയും ഫേസ് ചെയ്യാൻ, എന്തിനും ഫേസ് ചെയ്യാൻ പറ്റില്ല, ഫുൾ പേടിയാണ്. അപ്പൊ പാട്ടുകാരി എന്ന് പറഞ്ഞാൽ അമ്മ പാടുമായിരുന്നു. അപ്പൊ അമ്മയുടെ ആ ഒരു കഴിവ് മഞ്ജുവിന് കിട്ടി എന്നാണ് കഥയിൽ പറയുന്നത്. അല്ലാതെ ഭയങ്കര പാട്ടുകാരി എന്നല്ല. അതും ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട്, എന്തൊക്കെയൊക്കെ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ ചേട്ടൻ എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് നമ്മൾ സീരിയൽസിലൂടെ കാണുന്ന ഒരാളാണ്. ശരിക്കും ചേട്ടന് ബാക്കിയുള്ള സീരിയൽസ് ഈ ക്യാരക്ടർ എന്തായാലും ഡിഫറെന്റ് ആണെന്നാണ് എന്റെ ഒരു നിഗമനാഗമനം. അപ്പൊ ചേട്ടന് എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണത്? ലൈക്ക് ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് ഇത് ഡിഫറെന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുള്ളൂ, ഒരു 3 ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേല് വളരെ പാവമായിട്ടുള്ള ഒരു ഹീറോ ഒരു ക്യാരക്ടറാണ് എടുത്തത്. രണ്ടാമത് എനിക്കൊരു ഓപ്ഷൻ വന്നപ്പോൾ ഒരു വളരെ ക്രൂരനായ ഒരു വില്ലനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെന്റിമെന്റ്സ് ഉള്ള ഒരു പാവം ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കരിയർ ഗ്രാഫ് ഇങ്ങനെ ഒരു സിക്സാഗ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതിൽ ഹീറോയുമാണ്, എന്നാൽ അത്ര പാവമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാം കൂടെ വില്ലൻ ഒരു ടൈപ്പിൽ പോകണല്ലോ അല്ലേ? വില്ലൻ ബാക്ക് സ്റ്റോറി ഉണ്ട്, അങ്ങനെ വരാം. എല്ലാവർക്കും നിഗൂഢത ഉണ്ട് അപ്പൊ ഇതില്. ഇപ്പൊ നമ്മുടെ സീരിയൽസിലാണെങ്കിലും കുറെ ഹിറ്റ് ആയിട്ട് പോണ കോമ്പോ ഈ കലിപ്പന്റെ കാന്താരി കോമ്പോ, നമുക്ക് ഇതിലത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും അറിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആ ഒരു പ്രൊമോ കണ്ടപ്പോ ചേട്ടൻ കുറച്ച് കലിപ്പായിട്ട് തോന്നി. ചേച്ചിയുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും കുറച്ച് ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ഒരു ക്ലൂ വരാം, മഞ്ജുവിനെ ഇഷ്ടമല്ല. എനിക്ക് ഗിരിയെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും അപ്പൊ മഞ്ജുവിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേറെ ആരെയായിരിക്കും ഇഷ്ടം? മഞ്ജുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഗിരിക്ക് ഒരു ക്ലൂ അധികം പറയില്ല. കാക്കി ഇഷ്ടമല്ല. കാക്കി ഇഷ്ടമല്ല. കാക്കിയിട്ട് കാക്കി ഊരുമായിരിക്കോ? ആർക്കും വേണ്ടി ഊരൂല, അത് നമ്മൾ കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ സിനിമ അതുവരെ എത്തിയില്ല. കാക്കിന് സസ്പെൻഷൻ ആവോ, തൊപ്പി വരേണ്ടി വരും, അതൊന്നും നമ്മൾ ഓൺലൈൻ പോലും എഴുതിയിട്ടില്ല, അത്ര എത്തിയിട്ടില്ല. കുറെ നാള് കാക്കിയിട്ട് അഭിനയിക്കട്ടെ എന്നാണ് സ്വാതി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര പെട്ടെന്ന് തൊപ്പി തെറിപ്പിക്കരുത്. തൊപ്പി തെറിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ല. ഡോണ്ട് വറി. നിങ്ങൾ എന്തായാലും കഥയൊന്നും പറയാൻ ഉദ്ദേശിക്കണില്ല, കാരണം നമുക്ക് പറയാൻ വേണ്ട, സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. എന്തായാലും ഇതിലൊരു 1 ലൈൻ ത്രെഡ് പറയും. ഇപ്പൊ കാണുന്നവർക്ക് കുറച്ചൊരു ആകാംക്ഷ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ലൈൻ ത്രെഡ് നമുക്ക് വേണ്ടി. അല്ല, ഇതിന്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് എനിക്ക് പേടിയാണ്. അതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ്. എന്റെ സൈഡ് വരികയാണെങ്കിൽ ഗിരിക്കും ഒരു റീസൺ ഉണ്ട്. ഈ കാക്കിയുടെ അടുത്ത് ദേഷ്യം വരണതിന് ഒരു മെയിൻ റീസൺ ഉണ്ട്. ആ റീസൺ അറിയണമെങ്കിൽ ആദ്യം മുതൽ കാണണം. ഈ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡ് മിസ് ചെയ്താൽ എല്ലാവരും ഫൗസ്റ്റീനല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഫൗസ്റ്റീനല്ലേ, ഫൗസ്റ്റീന സീരിയൽസ് ഒക്കെ കാണാറുണ്ടോ? ഒരു സീരിയൽ കാണാനായിട്ട് ഫൗസ്റ്റീനെ ഇഷ്ടപ്പെടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ തീരാൻ പോകുമ്പോ ഇങ്ങനെ ഒരു കൊണ്ടുവരുന്ന ഒരു മുൾമുലിയെ നിർത്തിക്കില്ല. അതായത് ഇപ്പൊ ചാടും അത് ഇതിലുണ്ട്. അടുത്ത് പോരട്ടെ. പിന്നെ ഒരു 5 ഘടകങ്ങൾ, 5 ഫാക്ടേഴ്സ് ഫൗസ്റ്റീന. അതൊന്ന് ഇങ്ങനെ ചാടാൻ പോണ സംഭവല്ലേ, അങ്ങനത്തെ. ഇത് ചാട്ടം മാത്രമേ ഉള്ളൂ. അല്ല, രണ്ടാമത്തെ നമുക്ക് കാണുമ്പോ ഒരു വിഷ്വൽ ട്രീറ്റ് പോലെ തോന്നണം. വിഷ്വൽ ട്രീറ്റ് അത് എന്തായാലും ഉണ്ട്, സിനിമയാണ്. ഓക്കെ. മൂന്നാമത്തെ വരുന്നത് ഫുൾ ടൈം ഇങ്ങനെ കുറച്ച് കണ്ണീർ ടച്ച് അല്ലാണ്ട് ഒരു ഡിഫറെന്റ് ടൈപ്പ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ്. കണ്ണീർ ടച്ച് അല്ല, ഫൈറ്റ് ഉൾപ്പെടെ ഉണ്ട്. അതെ, അത് ഞാൻ കണ്ടായിരുന്നു പ്രൊമോയില്. കിട്ടിലിട്ട് പിന്നെന്താ രണ്ട് ഫാക്ടേഴ്സും കൂടെ അല്ലേ? രാജിവെക്കുന്നു, തോച്ചു പിന്മാറത്തില്ല അങ്ങനെയൊന്നും. പിന്നെ ടെൻഷൻ ആവുന്നുണ്ടോ? ഇല്ല, പിന്നെ ഇങ്ങനെ നമുക്ക് സസ്പെൻസുകൾ വെക്കത്തില്ലേ,
അതല്ലേ ആദ്യം പറഞ്ഞത്. അല്ല അത് നമ്മൾ നിർത്തണത് ഇപ്പൊ അത് നമുക്ക് തുടങ്ങുമ്പോഴേ സസ്പെൻസ്. അത് പൊതുവേ ഇതിലുണ്ട്. കുറെ ത്രില്ലർ സംഭവങ്ങൾ ഇട്ടിട്ട് പോണത്. ത്രില്ലർ ഉണ്ട്, ക്രൈം ത്രില്ലർ പോലെയാണ്. പിന്നെന്താ ചേട്ടാ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ പറ. ഒരെണ്ണം കൂടെ ഞാൻ ആലോചിക്കട്ടെ. സമയം പിന്നെ അഭിനയം റിയലിസ്റ്റിക് പിന്നെ ഫുൾ റിയലിസ്റ്റിക് അഭിനയമാണ് ഇഷ്ടം. അപ്പൊ സീരിയലിൽ സാധാരണ ഉള്ളത് റിയലിസ്റ്റിക് അല്ലാത്ത അഭിനയം എന്നാണ് ഫസ്റ്റിന് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാ സീരിയലും ഇഷ്ടമാണല്ലേ അപ്പൊ പറഞ്ഞത്. എല്ലാ സീരിയലിലും റിയലിസ്റ്റിക് അഭിനയമാണോ? കാണുന്ന സീരിയലിലൊക്കെ റിയലിസ്റ്റിക് അഭിനയമാണ്. അല്ലേ ആണോ? അല്ലേ? കുറച്ചൊക്കെ അതിന് പ്രാങ്ക് ചെയ്ത് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ സജഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ തിരിയുന്നൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഫൗസ്റ്റീനൊക്കെ തോന്നുന്നത്. ചേട്ടനെ ഒന്നുമില്ല. ചേട്ടൻ ഇപ്പൊ മുമ്പ് അഭിനയിച്ച സീരിയലിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോ ഇപ്പൊ നമ്മുടെ ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും കൂടുതല് കമന്റ്സ് വരുന്നത് ചേട്ടന്റെ ഫാൻസ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാണുന്നത്, അപ്പൊ ഇടയ്ക്ക് വെച്ച് മരിച്ചൊന്നും പോയരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി പലരും പറയുന്നത് നിർത്തിപ്പോയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി കഥ അതൊരു റീമേക്ക് ആയിരുന്നു. 50 എപ്പിസോഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ ഭാഗ്യം എന്താന്ന് വെച്ചാൽ അധികം വെറുപ്പിക്കാതെ 50 ആയപ്പം മരിച്ചുപോയി. ആ ഒരു സ്നേഹം ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട്. കാരണം അതിന് മുന്നേ വളരെ വൃത്തികെട്ടവനായിട്ട് അഭിനയിച്ചിട്ട് ആ ഒരു ദേഷ്യം ഇതിലാണൊന്ന് മാറിയത്. ഇനി ഇതില് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഗിരി നല്ലവനാണ്. അപ്പൊ അതില് ആളുകൾ ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ നമ്മുടെ ഈ കോൺസ്റ്റബിൾ മഞ്ജു, ഞാൻ കോൺസ്റ്റബിൾ അങ്ങനത്തെ ബേസ് ചെയ്തൊക്കെ യൂട്യൂബിൽ ഞാൻ ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് ഒരു ബേസിക് റിസർച്ച് നടത്തണമല്ലോ. അപ്പൊ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ നമ്മുടെ സൺ മറാത്തിയില് ഈ സെയിം ടൈറ്റിലുണ്ട്. അപ്പൊ ശരിക്കും ഒരു റീമേക്ക് ആണോ? അല്ലല്ല, ഇത് ഒരു നമുക്ക് ഒരേ സബ്ജക്റ്റ് തന്നെ, ഒരു ബേസിക് കോൺസെപ്റ്റ് പല ലാംഗ്വേജില് ഇത് സെപ്പറേറ്റ് ഡിഫറെന്റ് സ്റ്റോറി ലൈനിൽ അത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, മലയാളികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് ചെയ്യുന്നത്. ഇപ്പൊ അപ്പം നമുക്ക് റെഫറൻസ് വല്ലതും എടുത്തായിരുന്നു. നമ്മുടെ ലോ പോയിന്റ് ഒക്കെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ദേവദാസാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ചെയ്യുന്നത്. പിന്നെ അരുൺ ഘോഷാണ് നമ്മുടെ പ്രൊഡ്യൂസർ, ആഘോഷ് സിനിമാസിന്റെ. അപ്പൊ പ്രൊഡ്യൂസറെ പറ്റിയൊക്കെ വളരെ നല്ല കാര്യങ്ങൾ പറയണമെന്ന് സ്വാതി പറഞ്ഞത്. അല്ല, 5 നല്ല കാര്യങ്ങൾ പറഞ്ഞു. സ്വാതി പറഞ്ഞോ? നമ്മുടെ പ്രൊഡ്യൂസറെ പറ്റി നല്ല മനുഷ്യനാണ്. ഞാനിപ്പോ വരുന്ന വഴി ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മുതലാളി എന്തെങ്കിലും ഇത് മുതലാളിയെ പറ്റി നല്ല കാര്യങ്ങൾ പറയണ്ടേ? പറയണം. ഒരു 5 നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു. പുള്ളി ആലോചിച്ചോണ്ടിരിക്കുന്നുള്ളൂ. സ്വാദിക്ക് ഇല്ല, ശരിക്കും നല്ല ആള് തന്നെയാണ്. നമുക്ക് പ്രൊഡ്യൂസർ ശരിക്കും പൈസ തരുന്നോണ്ടൊന്നും അല്ല. ഇല്ല, ശരിക്കും നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മുൻപും. അപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പുള്ളി ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പൊ നമ്മുടെ ഫീലിങ്സ് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും, നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചേട്ടാ ഞാൻ ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണ്, നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് പ്രൊഡ്യൂസർ മാത്രമല്ല ഞങ്ങളുടെ ഫുൾ ക്രൂ, ഈച്ച് ആൻഡ് എവ്രി വൺ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡയറക്ടർ ആണെങ്കിലും, ഇപ്പൊ ചെയ്യുന്ന അജയൻ ചേട്ടനാണെങ്കിലും, വിഷ്ണു ക്യാമറമാൻ ആണെങ്കിലും, എല്ലാവരും ഞങ്ങളുടെ ക്രൂ കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊമോയില് ഫൈറ്റ് ഒക്കെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറെ ഫസ്റ്റ് ടൈമാണ്. മാസ്റ്റർ ഉണ്ടായിരുന്നു, എന്നാൽ പോലും അതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പ്രൊമോ ചെയ്തത് ചാനലാണ്. അവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇനിയിപ്പോ നമ്മുടെ ഇന്റർവ്യൂടെ ഏറ്റവും ഒരു ക്ലിക്ക് ആവുമ്പോൾ ഒരു മൊമെന്റിലോട്ടോ, ഒരു സെഗ്മെന്റിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത്. ഇതൊരു ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ആണ്. ചേച്ചി കോൺസ്റ്റബിൾ ആവാൻ പോവാ. എന്നിട്ട് നമ്മുടെ ധന്യ ചേച്ചിനെ വിളിക്കുക. എന്താ ഒരു ചിരി പെട്ടെന്ന് ഷോക്കായി. കോൺസ്റ്റബിൾ ആയിട്ട് വിളിച്ച് സംസാരിക്കണം ചേച്ചിയുടെ അടുത്ത്. ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ് സംസാരിക്കണം ചേച്ചിയുടെ അടുത്ത്. ഓക്കെ? ചേച്ചിക്ക് കറക്റ്റ് മനസ്സിലാവരുത്. അവിടെയാണ് നമ്മുടെ വിജയം. ഇതിന് വന്നിരിക്കാന്ന് അറിയില്ലേ? അല്ല, ചേച്ചി എന്ന് പറഞ്ഞോണ്ടല്ലേ വിളിക്കണേ. മനസ്സിലായി. ഇപ്പൊ ധന്യ വിളിക്കാനാണോ? അവൾ ഒന്നാമത് ഇവിടെ ഇല്ല, ചെന്നൈയിലാണ്. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ക്ലിക്ക് ആവുമ്പോൾ മൊമെന്റ് ആട്ടാ. എടുക്കില്ല. ട്രൈ ചെയ്താലോ വേണമെങ്കിൽ? ഇല്ല, ഞാൻ ആക്ച്വലി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ച. അവിടെ ഞാനും വർക്കിന് പോയി, ഷൂട്ടിന് പോയി. ഫോൺ എടുക്കൂല. അത് ക്ലിക്ക് ആവൂല. വേറെ എന്തെങ്കിലും നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ധന്യശേഷം കുറച്ച് മാറ്റി നിർത്തിയിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഇൻഡസ്ട്രിയിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോ. ശത്രുതയില്ലാത്ത ആരെങ്കിലും എല്ലാ ശത്രുക്കളും വിളിക്കാം. അവിടെ അതെ, സ്പീക്കറിലിട്ട് കോൾ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള. എടുക്കൂന്നറിയില്ലല്ലോ. അധികം ദ്രോഹം ചെയ്യാത്ത ആരെങ്കിലും. ആരെ വിളിക്കാൻ പോണേ? മൃദുല ചേച്ചിനാണ് വിളിക്കാൻ പോണേ.
ഹലോ, ഹലോ ആരാ? മൃദുലല്ലേ? അതെ. ഞാൻ ട്രിവാൻഡ്രം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണേ. പറയ്. നിങ്ങളുടെ വണ്ടി പോത്തീസിന്റെ ഫ്രണ്ടിൽ എന്തോ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫീസ് അടച്ചിട്ടില്ല എന്ന് പറയുന്നു. അതെയോ? ഞാൻ അതൊന്ന് അന്വേഷിക്കട്ടെ, കാരണം ഞാൻ അവിടെ ഇല്ല. അല്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണല്ലോ നിങ്ങളെ വിളിക്കുന്നേ. ഓക്കെ, ഞാനൊരു സെക്കൻഡ്. ഞാൻ ഒന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അച്ഛനായിരിക്കും. അതാരാന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല, എങ്ങനെയാണോ ചെയ്യുന്നേ? ആക്ച്വലി അറിയില്ല കേട്ടോ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അവരോട്. അല്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വണ്ടിയല്ലേ കൊണ്ടിട്ടിരിക്കുന്നേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അതെ, പക്ഷേ എന്റെ വണ്ടി എടുക്കുന്നത് അച്ഛനോ ഏട്ടനോ ആയിരിക്കുമല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ അറിയാം? അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അച്ഛനാണോ ഏട്ടനാണോ എടുക്കുന്നതെന്ന്. നിങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്, നിങ്ങളുടെ രജിസ്ട്രേഷനിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ സ്വാതി. ചേച്ചി സോറി. മൃദുല പോത്തീസിലൊക്കെ പോകുന്ന സ്വാതിക്ക് മാത്രമേ അറിയാവുള്ളൂ. ചേച്ചി എവിടെയാ? ഞാനിവിടെ എറണാകുളത്താണ്. ഇവരെനിക്ക് പ്രാങ്ക് ചെയ്യാൻ വിളിക്കാൻ പറഞ്ഞതാ. മൈൽ സ്റ്റോൺ യൂട്യൂബ്. ശരി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. ഒരു സെക്കൻഡ് ഞാൻ കൊടുക്കാം. 1 സെക്കൻഡ്. ഹലോ ചേച്ചി, ഹലോ. ഞങ്ങൾ മൈൽ സ്റ്റോണിൽ ഒരു പ്രാങ്ക് കോൾ വിളിക്കാൻ മറന്നു. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ നമ്മുടെ മൃദുല ചേച്ചിനെ തന്നെ വിളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ മനസ്സിലായോ വെച്ചാ? സൗണ്ട് എനിക്കറിയില്ലേ, ആദ്യം മനസ്സിലായില്ല. ഇത്ര ബോൾഡായിട്ട് സംസാരിക്കുമ്പോ ആരെങ്കിലും. ഓ, പക്ഷെ ഇപ്പൊ നമ്മളെ വിളിച്ചത് കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ടാ. മനസ്സിലായല്ലേ? മെയ് 6 ഇപ്പൊ കോൺസ്റ്റബിൾ മഞ്ജു ഇറങ്ങും. അപ്പൊ 8:30 കാണണോട്ടാ. നമ്മുടെ സൂര്യ ടിവിന് ഫുൾ ഇവര് കൊണ്ടുപോകാൻ പോവാ. നമ്മുടെ സൂര്യ ടിവിന് ഫുൾ അവരങ്ങ് അടിച്ചു ഭരിക്കാൻ പോവാന്ന്. അപ്പൊ കാണൂലേ? ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാനല്ലേ താങ്ക്സ് പറയണ്ടേ? താങ്ക് യു സോ മച്ച് ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളപ്പോ അത്ര ക്ലോസ് ആണോ? അത്യാവശ്യം നല്ല ക്ലോസ് ആണ്. അതെല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് എസ് ഓർ നോ സെഗ്മെന്റിലോട്ടാ പോവാൻ പോണേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എസ് ഓർ നോ സെഗ്മെന്റ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ നിങ്ങൾ യെസ് ഓർ നോ. ഇപ്പൊ എന്തെങ്കിലും അതിന് ഇത് പറയാനുണ്ടെങ്കിൽ അതും ഞങ്ങളായിട്ട് പറയണോ? ക്യാരക്ടേഴ്സ് ആയിട്ട് പറയണം. മഞ്ജുവും ഗിരിയുമായിട്ട് പറയണം. ഓക്കെ, ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കേട്ടോ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മഞ്ജു ആയിട്ടും ഗിരി ആയിട്ടും ആൻസർ പറയണം. അപ്പൊ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജുവില് ശരിക്കും മഞ്ജു ഒരു ഇൻട്രോവേർട്ട് ആണോ? അപ്പൊ ഒരാൾ എസും ഒരാള് നോയും അല്ലേ കാണിച്ചേ? അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. ആദ്യമേ പറഞ്ഞിരുന്ന ഒരു പണിഷ്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ മഞ്ജു ഇങ്ങനെ പേടിച്ചിരിക്കണം. പക്ഷെ ഗിരി എന്ന് വെച്ചാൽ ഭയങ്കര മാസ് എൻട്രി കൊടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വില്ലനാണ്, വില്ലന് നായകനൊക്കെയാണ്. അപ്പൊ ചൂടാവണം ചേച്ചിയുടെ അടുത്ത്. മഞ്ജുവിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണം. അപ്പൊ മഞ്ജു എങ്ങനെ റിയാക്ട് ചെയ്യോ അതുപോലെ റിയാക്ട് ചെയ്താൽ മതി. ആക്ച്വലി ഗിരി അങ്ങനെ ദേഷ്യപ്പെട്ടില്ല, ഒരു അവഗണിച്ചു വിടുന്ന ഒരു ക്യാരക്ടറാണ്. സെറ്റപ്പ് ഇല്ലേ എന്ന് പറഞ്ഞാ ഇത് ഗിരിക്കെതിരെ നിൽക്കാനും മാത്രം ഇല്ല മഞ്ജു. ചോട്ട വളരെ ഈ പറഞ്ഞ പോലെ ഒരു പുച്ഛമാണ്. മഞ്ജുവിൽ നിന്ന് വിട്ടുപോകുന്നു. അതെ, കഥാപാത്രത്തിൽ നിന്ന് തെന്നി മാറുന്നു. എന്നാലും ചൂടായിക്കോ. നിനക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് ഈ കാക്കി ഇട്ടുകൊണ്ടും വേഷം കെട്ട് കാണിക്കാൻ നടക്കരുത് കേട്ടോ. ഇനി മേഡം നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയാൽ പടി. ആക്ച്വലി അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. ഓക്കെ, ഉള്ളിലെല്ലാം ഉണ്ട്, പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയാം. എസ്പെഷ്യലി ഗിരിയോട് കാണിക്കില്ല. ഓക്കെ, ഗിരിനെ എല്ലാവർക്കും ഇച്ചിരി പേടിയാ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗിരിക്ക് ശരിക്കും മഞ്ജുവിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്, ഒരു ചിന്ന കാതൽ പ്യാർ മുഹബത്ത് ഇഷ്ക്. ചേച്ചിക്ക് ഒന്ന് അടുക്കൊക്കെ പിടിച്ചിട്ടാ മതിയോ? നോ, ഇല്ല. പോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും ഗിരിക്ക് മഞ്ജുവിലെ ഏറ്റവും ഇഷ്ടം മഞ്ജുവിന്റെ പാട്ടാണ്. ആകെ ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമല്ലേ, ആകെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളത് പാട്ടാണ്. നന്നായിട്ട് പാട്ടാണ്. മഞ്ജുവിന് ഇഷ്ടമില്ല പാട്ട്? ഇഷ്ടമല്ല. ഗിരിക്ക് അറിയില്ല മഞ്ജു പാടുമെന്ന് പോലും മഞ്ജുവിന് അറിയത്തേ ഇല്ല. മഞ്ജുവായിട്ട് അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല.
അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പക്ഷെ പ്രമോലുണ്ടല്ലോ ഗിരിനെ കാണുമ്പോ മാത്രമാണ് ഒരു പേടി വരുന്നത്. അപ്പൊ ഗിരിക്ക് മഞ്ജുവിനെ മുന്നേ അറിയില്ലെങ്കിൽ ആ പേടിയുടെ ആവശ്യം അറിയാം, ആ നാട്ടുകാരിയാണെന്ന് അറിയാം, ഒരുമിച്ച് കുട്ടിക്കാലത്ത് ഒരുമിച്ച് വളർന്ന ആളുകളാണ്. അതിനപ്പുറം അതാണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ അത് കാരണം കുട്ടിക്കാലത്ത് ഒരുമിച്ച് വളർന്നതാ. ഒരുമിച്ച് അറിയാം, വളരെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന രണ്ടുപേരാണ്. അപ്പോൾ വളർന്നു കഴിയുമ്പോൾ ആ നാട്ടുകാരിയാണ് മഞ്ജുവിനെ നേരത്തെ വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അവള് പാടുവന്നോ ബാക്കി അവള് അങ്ങനെ ഒരു ഡീറ്റെയിൽ ഒന്നും അറിയില്ല. പാട്ട് പാടണുണ്ടായിരുന്നു ഇല്ല, മഞ്ജുവായിട്ട് ഒന്നും പാടുന്നില്ല. നോ 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 ഇല്ല, പാട്ട് പാടൂല. ചുമ്മാ ഞാൻ കൂടെ പാടുവട്ടെ. ഇല്ല ഇല്ല, ഞാൻ കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്യില്ല. ഞാൻ പാടും കേട്ടോ, എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറയുന്ന ഒരാളെ ഞാൻ പാടുന്നില്ല. ഇല്ല. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ജുവിന് ശരിക്കും കുറെ ദുരൂഹതകളൊക്കെ ഉണ്ട്. നോ, ദുരൂഹതകളൊന്നും ഇല്ല. നിങ്ങളിങ്ങനെ പെട്ടെന്ന് മാറ്റി പറഞ്ഞു. ഇല്ല, മഞ്ജുവിന് ദുരൂഹതകളൊന്നും ഇല്ല. മഞ്ജു ഓൺലി ബിക്കോസ് ഓഫ് സിറ്റുവേഷൻസ് ആണ് ഇങ്ങനെ ആവുന്നത്. അത് ദുരൂഹതകളൊന്നും അല്ല, എല്ലാം സ്പെസിഫിക് റീസൺ ഉള്ളത്. റീസണും നമ്മള് സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞു പോകുന്നുണ്ടോ? ബിഗിനിങ് മുതൽ അതാ പറഞ്ഞേ, മിസ് ചെയ്താൽ പോകും. മഞ്ജുവിന് ഇഷ്ടം സിംഗർ ആവാനാണ്. ലൈക് കോൺസ്റ്റബിൾ എന്നുള്ള നിലയ്ക്കല്ല വലിയ താല്പര്യം. ആസ് എ സിംഗർ ആണ് മഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. യെസ്, പണിഷ്മെന്റ്. കമോൺ എവരിബഡി. ശരിക്കും മഞ്ജുവിന് സിംഗർ ആയിട്ടാണോ ഇഷ്ടം? അല്ല. നീ വൺ ലൈൻ വായിച്ചില്ലേ? ആണോ? സത്യമായിട്ടും അല്ല. മഞ്ജുവിന് ഇത് രണ്ടും ഇഷ്ടമല്ലാത്ത പ്രൊഫഷനാണ്. മഞ്ജുവിന് എങ്ങനെ കയറി പാടാൻ കാലത്ത് പാടും. അത് പക്ഷെ ഗിരിക്ക് വൺ ലൈൻ വായിച്ചുള്ള പരിചയമുള്ളൂ. പക്ഷെ ഞാൻ വൺ ലൈൻ വായിച്ചത് എനിക്ക് അല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് ഹൈലൈറ്റ്സിന് ആണ്. മഞ്ജു പാട്ടുകാരിയാണ്. മഞ്ജു പാട്ടുകാരിയാണ്. സാഹചര്യത്തിൽ പിന്നെ വാ തുറക്കാൻ പറ്റാത്ത പരിവായി പോകുന്നു. ഒന്ന് പോയിക്കേ. അല്ല, മഞ്ജു എങ്ങനെ കഥ പറയാൻ പറ്റും നമുക്ക്? ഇല്ല, ഇത് ശരിക്കും മഞ്ജുവിന് പാട്ടുകാരി ആവണമെന്ന് ഇഷ്ടമൊന്നും അല്ല. മഞ്ജുവിന് പാടാൻ പേടിയാണല്ലോ. സ്റ്റേജ് ഫിയർ ഉള്ള മഞ്ജു എങ്ങനെയാ പാടുക? അല്ല, സ്റ്റേജിൽ പാടാന്നല്ലാണ്ട് ആസ് എ സിംഗർ ഇഷ്ടാണോ? സ്റ്റേജ് പെർഫോമൻസ് വിട്ടിട്ട് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാടാൻ പറ്റാതെ എങ്ങനെ പാട്ടുകാരി എന്ന് പറയും? പാടാറിയാലോ, പാടാനൊക്കെ അറിയാം, പക്ഷെ പാട്ടുകാരി അതല്ലേ സിംഗർ. ഓ, എന്ന് ശരി, ഞാൻ തെറ്റിച്ചു. അപ്പൊ പണിഷ്മെന്റ് വെച്ചാൽ നിങ്ങളെ രണ്ടുപേരിൽ ആരെങ്കിലും പാട്ട് പാടണം. ആരെങ്കിലും പാട്ട് പാടണം വെച്ചാൽ ചുമ്മാ സില്ലി മാറ്റർ. ഞാൻ പാടില്ല. ഞാൻ പാടില്ല. ചേട്ടൻ പാട്. എനിക്ക് വേണ്ടി ജോൺ ചേട്ടൻ പാടും. നേരത്തെ പറഞ്ഞില്ല ഭയങ്കര മാച്ച് ഉള്ള നായിക എന്നൊക്കെ. അപ്പൊ എനിക്ക് വേണ്ടി പാടണം. ഞാൻ ആക്ച്വലി എന്റെ സംഗീതം നടത്തി. ഞാൻ ഒരു പ്രോഗ്രാമിന് നമ്മുടെ എം ജി ശ്രീമാറിന്റെ ഫ്രണ്ട് ഞാൻ പാടി. ഞാൻ വിചാരിച്ച് നമ്മള് 2-3 വട്ടമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവുമെന്ന്. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ പാടാറില്ല. ഞാൻ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഒന്ന് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരു പ്രോഗ്രാം, അപ്പം വൈഫ് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്നെ വീഡിയോ കോൺഫറൻസ് വിളിച്ചിട്ട്, അപ്പം പുള്ളി വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ഇതേപോലെ ചോദിച്ചാണ് പാടുന്നോ. അപ്പൊ ഞാൻ മറ്റേ 1000 കണ്ണുമായി അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ട് ഞാൻ അന്ന് സെറ്റ് നിൽക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ മാറി അവിടെ നിന്നിട്ട് ഞാനിത് പാടി. പങ്കിളി മലർത്തേൻ കിളി. പുള്ളി കൈയടിക്കാൻ വന്നപ്പോ മഞ്ഞു വീണതറിഞ്ഞില്ല. ഇത് നിർത്തണമില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയ ശ്രീമാരന്റെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വന്ന് ലാസ്റ്റ് എനിക്ക് ഏകദേശം എനിക്കൊരു ധാരണ കിട്ടി. അന്ന് ഞാൻ എടുത്ത ശബ്ദമാണ് ഇനി എന്ത് പറഞ്ഞാലും, കാരണം അത് നടക്കൂല. കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് ചെയ്യാത്ത. കോൺഫിഡൻസ് ഉണ്ടെങ്കിലും സ്വരം നന്നാവണം. കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കോൺഫിഡൻസിൽ പാടിയതാണ്. ശരിക്കും ഞാൻ പാടാൻ പറ്റും, ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തു. പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. അതായിരുന്നു അവസാനത്തെ ട്രൈ. അപ്പൊ നമുക്ക് ആ പണിഷ്മെന്റ് അങ്ങോട്ട് മാറ്റിയേക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പണിഷ്മെന്റ് ഒക്കെ മാറ്റി കൊടുക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോൺസ്റ്റബിൾ മഞ്ജുവിന് ഒരു പ്രൊമോഷൻ കൊടുക്കണം, ഒരു പ്രൊമോ കൊടുക്കണം. ആരെ കൊടുക്കണേ? കോൺസ്റ്റബിൾ മഞ്ജുവിനെ കൊടുക്കും. ഗിരി മിണ്ടൂല കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ ആരും. എന്നാ മഞ്ജു പറഞ്ഞോ. ഭയം വെടിഞ്ഞ് എതിരാളിക്ക് ഒരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു ഉടൻ വരുന്നു. നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ മെയ് 6 മുതൽ രാത്രി 8:30. നമുക്ക് സെൽഫ് പ്രൊമോഷൻ. ഇത് പക്ഷെ കിടിലനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്ര അടിപൊളിയായിട്ട് പറയുന്നു. ചേട്ടന് പറഞ്ഞു നോക്കണോന്ന്. എന്താണ്
ചേട്ടന് മറ്റെന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? എന്നാപ്പോ അല്ല പിന്നെ എങ്ങനെയാ വേണ്ടപ്പിയാ പിന്നെ എങ്ങനെയാ പറയേ അപ്പൊ എങ്ങനെയാ വേണ്ടപ്പിയാ ഇല്ല, ഒരു പ്രാവശ്യം ലാസ്റ്റ് പ്രമോ കൂടെ പറഞ്ഞോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടൻ ഈ സെയിം പറഞ്ഞ സാധനം ഒന്നുകൂടെ പറഞ്ഞോ. ഏത് ഇല്ലല്ലോ ഒരു വട്ടം പറഞ്ഞില്ല മതി. അല്ല, അത് കുറച്ച് ഗുമ്മുണ്ടാവും ഗിരിയുടെ അതെ ഗിരിയുടെ ഗിരി സൗണ്ടിൽ അങ്ങനെ പറയില്ല. ഗിരി മാസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കും. പറ ഗിരി. ആ പറയും. ഭയം വെടിഞ്ഞ് മുഖാമ്പ് ഖുഷുവ. അല്ല നമ്മൾ അങ്ങ് വേണ്ട ഇല്ല, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇത് ആ ഒരു മാസത്തിൽ നിൽക്കട്ടെ. മഞ്ജു കേറി നിൽക്കണം. അഞ്ചു കിടിലോ. മഞ്ജു കിടിലം. ഓക്കെ, അപ്പൊ നമ്മുടെ പറഞ്ഞ പോലെ മെയ് 6-ാം തീയതി 8:30 വരാൻ പോവാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും കാണണം. മെയ് 6-ാം തീയതി മുതൽ 8:30 മറക്കാതെ നിങ്ങളുടെ സൂര്യ TV കാരണം പലരും സൂര്യ TVയിലേക്കൊക്കെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്ത് പോകുന്ന ആളുകളാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ സീരിയൽ കോൺസ്റ്റബിൾ മഞ്ജു മസ്റ്റ് വാച്ച് സീരിയലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസറും ഒരുപാട് സ്പെൻഡ് ചെയ്ത ഒരു വൈറ്റ് ക്യാൻവാസിൽ ചെയ്ത ഒരു സീരിയലാണ്. അതെ, എല്ലാ ദിവസവും ഉണ്ട്, തിങ്കൾ മുതൽ ഞായർ വരെ. എല്ലാ ദിവസവും ഉണ്ട്. മാത്രമല്ല ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ മിസ് ചെയ്യാതെ കാണണം. മിസ്സായി പോയാൽ അവർക്ക് ക്യാരക്ടേഴ്സിനെ ഒന്നും രജിസ്റ്റർ ആവില്ല, മനസ്സിലാവില്ല. അപ്പൊ ആദ്യം മുതലേ കാണുക. കുറേ എന്താ പറയാ എക്സ്പെക്ടേഷൻസ് മറ്റതാണ് അങ്ങനെ വരണ്ട. നോർമൽ ഒരു സീരിയലായിട്ട് വരിക, കാണുക. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 10 എപ്പിസോഡ്സിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ആർട്ടിസ്റ്റിനും സ്പേസ് ഉണ്ടായിരുന്നു, ഓഡിയൻസിനും സ്പേസ് ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി 8:30 കാണുക. നമുക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീരിയൽ പ്രേക്ഷകയുണ്ട്, നിങ്ങളുടെയൊക്കെ ഭയങ്കര ഫാനായിട്ടുള്ള ഈ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരിയൽ പ്രേക്ഷകയുണ്ട്. അപ്പൊ ആൾക്ക് നിങ്ങളുടെ അടുത്ത് ഓൺ കോൾ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ സംസാരിക്കാൻ? ഡൺ. അപ്പൊ ദേന ആളാണ്, സംസാരിച്ചു. പേര് കാവ്യാണ് കേട്ടോ. ഹലോ 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 കാവ്യ, നമസ്കാരം. ഹലോ കേൾക്കുന്നുണ്ടോ? അതെ മഞ്ജു ആണ്. അതെ 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 സീരിയല് മെയ് 6-ാം തീയതി മുതൽ രാത്രി 8:30 അതെ അതെ അതെ. എന്തോ നല്ല സീരിയൽ തന്നെ ആയിരിക്കും, നല്ല സീരിയലാണ്. അത് കാണണം ചേച്ചി, ഉറപ്പായിട്ടും കാണണം. വീട്ടിലുള്ളവരെ കൊണ്ടും കാണിപ്പിക്കണം, ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലീസിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ഡെയിലി കാണിപ്പിക്കുക. ഗിരി ഉണ്ട്, ഞാൻ ഗിരിയുടെ അടുത്ത് കൊടുക്കാം. ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? അപ്പൊ 6-ാം തീയതി വീട്ടിലെ പണിയൊക്കെ തീർത്ത് 8:30 ഫ്രീ ആണോ കേട്ടാ സീരിയല്? എല്ലാ ദിവസവും ഷെഡ്യൂൾ എങ്ങനെയാ? ഈ അത്താഴമൊക്കെ അതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുവോ? അപ്പം 6-ാം തീയതി മുതൽ ഡിന്നറൊക്കെ 8:30 മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച് ഫ്രീ ആയിട്ട് TV കാണാതിരിക്കണം കേട്ടോ. താങ്ക് യു. കഥ ഞാൻ ഇപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് 1 ലൈൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഹാപ്പി ആയോ? ഭയങ്കര ഹാപ്പി. അപ്പൊ എങ്ങനെയാ? അതെ അപ്പൊ എങ്ങനെയാ? അപ്പൊ നമ്മുടെ എന്താ പറയാ, ഇവരെല്ലാരും എക്സൈറ്റഡ് ആയിരിക്കുന്ന പോലെ ഞാനും ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുൾ എല്ലാരും ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ മെയ് 6-ാം തീയതി എല്ലാവരുടെ ഒപ്പം ഞാനും കാണും. ഓക്കെ, അപ്പൊ 8:30 ഞാൻ എന്ത് പരിപാടിയെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ട് സീരിയൽ എന്തായാലും കാണും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അടുക്കള പണി എല്ലാം 8:30 മുമ്പ് തീർക്കുക. അതെ, 8:30 കാണാതിരിക്കുക. ഓഫ് കോഴ്സ്, അതേ ഉള്ളൂ. അപ്പൊ കണ്ടിട്ട് വിളിക്കും. ഓഫ് കോഴ്സ്, ഡൺ. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ മെയ് 6-ാം തീയതി രാത്രി 8:30 നമ്മുടെ സൂര്യ TVയിൽ കോൺസ്റ്റബിൾ മഞ്ജു ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക.